രാജേഷ് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നീക്കുന്നുണ്ട്. ഇപ്പോൾ തെരുവുനായ പ്രശ്നം ഇന്നലെ തന്നെ രാജേഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ആകാവുന്നത്ര ഞങ്ങളത് നിയന്ത്രിച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളടക്കം മാധ്യമങ്ങൾ പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്, ഞാൻ ഇന്ന വാർഡിൽ നിൽക്കുന്നു, ഇവിടെ ആകെ കൂടെ പട്ടികളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 2 മണിക്കൂർ സമയം മതി, അവിടെ വന്ന് അതിനെ തൂക്കും ഞാൻ. എന്നിട്ട് ഷെൽട്ടറിലല്ല, തല്ലിക്കൊല്ലുകയൊന്നുമല്ല, ഷെൽട്ടറിൽ അതിനെ ആക്കും. പിന്നെ മാലിന്യ പ്രശ്നം, കുടിവെള്ള പ്രശ്നം, ഇതിനെല്ലാം രാജേഷിന് മറുപടിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഇതൊന്നും മറ്റവർക്കും പ്രശ്നമല്ല, LDF UDF പ്രശ്നമല്ല. പ്രശ്നം തിരുവനന്തപുരം ഇവരുടെ ഒരു സ്വർണ്ണ ഖനിയായിരുന്നു CPMൻ്റെ. അതെ, എത്ര ബിൽഡിങ്, എന്തെല്ലാം പേരുകളിൽ അവർ കൈയടക്കി വെച്ചിരിക്കുന്നു. അവരുടെ ഔദ്യോഗിക പ്രസ്ഥാനങ്ങളുടെ പേര് NGO യൂണിയൻ, SFI, DYFI, പിന്നെ CPM എന്ന പാർട്ടി, മഹിള, ജനാധിപത്യ മഹിള, വെറും മഹിളയല്ല, ജനാധിപത്യമുണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് ഉള്ള ബിൽഡിങ്ങുകൾ. ഇതുകൂടാതെ ഇവരുടെയൊക്കെ സാമന്തന്മാർ കൈയടക്കി വെച്ചിട്ടുള്ള ബിൽഡിങ്ങുകൾ, കല്യാണ മണ്ഡപങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, ഇതൊക്കെ ഇവർ പണ്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് വാടക അവരങ്ങ് എടുക്കുകയാണ്. കോർപ്പറേഷനെ അറിയില്ല ഇത് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങാണ്. ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് എടുത്ത് മാന്തി രാജേഷ് പുറത്തെടുത്തിട്ട് ഈ ഓരോ ഹോളായിട്ട് പൂട്ടി താക്കോലും കൊണ്ട് കോർപ്പറേഷൻ്റെ ആൾക്കാർ പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ കല്യാണം വിലകുളി ഇതൊക്കെ ബുക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്, അയ്യോ ഇതാരെ പൂട്ടിയിരിക്കുന്നത്, ഇത് കോർപ്പറേഷനാണ്. അങ്ങനെയാണ് ഇത് കോർപ്പറേഷൻ്റെ ആണെന്ന് മനസ്സിലാകുന്നത്. കോർപ്പറേഷൻകാർക്ക് തന്നെ അറിയില്ല ഇത് കോർപ്പറേഷൻ്റെ ആണെന്ന്. കാരണം എല്ലാം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ 50 വർഷമായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത അവരുടെ ഇക്കോ സിസ്റ്റമാണ്. അത് പൊളിക്കുക നിസ്സാര കാര്യമല്ല. ഇപ്പം പേഴ്സണലി ഞാൻ പറഞ്ഞാൽ രാജേഷിന് ഇനിയും തല്ല് കിട്ടും, രാജേഷിന് കൂടുതൽ കഷണ്ടിയും കയറും ഉറപ്പാണ്. ഇപ്പം തന്നെ ആ മുടി ഇങ്ങനെ പുറകോട്ട് പോകുന്നതാണ്. ഇതിപ്പോൾ ഫുൾ കഷണ്ടിയാകും പാവത്തിന്. എന്നാൽ പോലും ഇവരുടെ ഈ കറപ്ഷൻ മുഴുവൻ പിടിച്ചു തീരുകയില്ല. 5 കൊല്ലമൊന്നും പോരാ. കാരണം അത്രയ്ക്ക് വേരിറങ്ങിയ കറപ്ഷനാണ് ഇവരുടെ. പല കൗൺസിലർമാർക്കും, അതായത് പഴയതിൻ്റെ പല പാർട്ടി നേതാക്കന്മാർക്കുമൊക്കെ അവിടെ മുറികളുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവരുടെ മുറികൾ അവരുടെ പേരിലായിരുന്നു. ഇവർ എടുത്തിട്ട് മറ്റേ കൊടുത്ത് അതിൽ കൂടുതൽ പൈസ വാങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഉണ്ട്. അത് ഈ രാജേഷിന് ഇതിൻ്റെ അപകടം അറിയാം എന്നുള്ളതുകൊണ്ട് രാജേഷ് ഇച്ചിരി പതുക്കെ പോവുകയാണ്. അല്ലെങ്കിൽ ദേഹോദ്രവം ചെയ്യാൻ ഇവർ മടിക്കില്ല. ഇതേ സാധനം കണ്ണൂരായിരുന്നെങ്കിൽ രാജേഷിന് തല്ലല്ല, വെട്ട് കിട്ടിയേനെ. തിരുവനന്തപുരത്തായതുകൊണ്ടാണ് തല്ലായത്. കാരണം തെക്കോട്ട് വരുന്നവരും സംഘർഷത്തിൻ്റെ ഊക്കൽപ്പം കുറഞ്ഞിരിക്കുമല്ലോ. അത് വെച്ച് തിരുവനന്തപുരം കൊലപാതകത്തിൻ്റെയൊക്കെ കേന്ദ്രമാണ്. പണ്ട് മുരുക്കുമ്പുഴയെ 6 പേരെ കൊന്നു കളഞ്ഞത് തിരുവനന്തപുരത്താണ്, മുരുക്കുമ്പുഴ എന്ന സ്ഥലത്ത്. അപ്പോൾ തിരുവനന്തപുരം വാസ് വയലൻറ്റ് വൺസ് അപ്പോൺ എ ടൈം. ഇപ്പോൾ ആ വയലൻസിനുള്ള സാമർഥ്യം CPMനും ഇല്ല. വയലൻസ് പൊതുവേ കേരളത്തിൽ കുറഞ്ഞു. അതുകൊണ്ട് ഉന്തും തള്ളും, അതിനിടയ്ക്ക് ചവിട്ടോ എന്തോ കിട്ടി രാജേഷിന്. ബട്ട് ഞാൻ രാജേഷിനോട് പ്രത്യേകിച്ചും പറയുകയാണ്, ഇത് കേൾക്കുന്നവരോടും ഞാൻ പറയുകയാണ്, ഇനിയും രാജേഷിനെ അവർ തല്ലും. അവരുടെ ഒരു ആയുധമാണ് തല്ല്, അടിക്കുക, അപകടപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഈ ടെൻഷൻ കൊണ്ട് രാജേഷ് പുറമേ വളരെ പ്രസന്നവതനായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ടെൻഷൻ ഫൈനലി മേയർ കാണില്ല. അതുകൊണ്ടാണ് ഞാൻ കഷണ്ടി കയറുമെന്ന് പറഞ്ഞത്. ഇത് രണ്ടും സംഭവിക്കും രാജേഷിന്. ബട്ട് ഒരു കാര്യം, രാജേഷ് നല്ലൊരു ഭരണാധികാരിയാണ് തെളിയിച്ചു. ഇനി അടുത്തൊരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ എവിടെയെങ്കിലും MLA ആയിട്ട് രാജേഷ് മത്സരിച്ചാൽ രാജേഷ് ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ രീതിയിൽ ഒരു ഇമേജ് രാജേഷ് ഉണ്ടാക്കിയെടുത്തു. അത് ഒരു കള്ള ഇമേജല്ല, സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇട്ടുണ്ടാക്കിയ ഇമേജല്ല, ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച് തന്നെ ഉണ്ടാക്കിയ ഇമേജാണ്. ഈ 50 വർഷത്തെ ഭരണത്തിൽ ഇത്രത്തോളം അഴിമതി, ചെറിയ അഴിമതിയൊന്നുമല്ല. അതിൽ ഇങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ ഓരോ പാർട്ടിക്കാരുടെ പേരിലാണെന്ന് പറഞ്ഞാൽ അത് എന്തൊരു ഭീകരമായ അന്തരീക്ഷമാണ്. ഇതുവരെ ആരും അതിനെപ്പറ്റി അന്വേഷിച്ചിരുന്നുമില്ല, ആരും അങ്ങനെയൊന്നും പുറത്തു വിട്ടിരുന്നുമില്ല. അല്ല, അതുകൊണ്ടാണ് ഈ പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. 50 വർഷമൊക്കെ അധികാരം തുടർച്ചയായിട്ട് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള സ്ഥിതിയാവും. ഇതിന് മുമ്പുള്ള ആ മേയർ, എന്താ പെങ്കച്ചിൻ്റെ പേര്, ആര്യ രാജേന്ദ്രൻ,
ആനാവൂർ നാഗപ്പന് ഒരു കത്ത് കൊടുത്തു. കോർപ്പറേഷനിൽ ഇത്ര വേക്കൻസി ഉണ്ട്, ആരെ നിയമിക്കണമെന്ന് പാർട്ടിയിൽ തീരുമാനിച്ചിട്ട് എന്നെ അറിയിക്കണമെന്ന് അപേക്ഷ എന്ന് പറഞ്ഞിട്ട്. ആര്യയുടെ വിചാരം ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. ആ കൊച്ചിന് ഇത് അറിഞ്ഞുകൂടാ ഇത് നിയമവിരുദ്ധമാണെന്നുള്ളത്. കാരണം ജനിച്ചത് മുതൽ ഇതാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഇതാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് ആര്യയോട് ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ ആര്യ ആദ്യം പ്രതികരിച്ചാൽ അതിലെന്താ തെറ്റെന്നാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആര്യയ്ക്ക് മനസ്സിലായില്ല. ആര്യ പറഞ്ഞു അതെ, നിയമനം നടത്താൻ അത് പാർട്ടിയിൽ തീരുമാനിച്ച് എന്നെ അറിയിക്കും, അവരെ ഞാൻ നിയമിക്കും, അതിൽ തെറ്റെന്താ. ഇതാണ് ആര്യ ചോദിച്ചത്. അപ്പോൾ ഇതിന് വ്യവസ്ഥാപിതമായൊരു മാർഗമുണ്ടെന്നും നാട്ടിൽ PSC ഉണ്ടെന്നും റിക്രൂട്ട്മെൻ്റ് ഉണ്ടെന്നും ഒക്കെ ആര്യ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആര്യയ്ക്ക് അറിയില്ല. ആ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, എന്ത് ബഹുമതിയാണ് എനിക്കറിയില്ല. എന്നാൽ കുറച്ചുകൂടെ 10 വയസ്സുള്ളൊരു കുട്ടിയെ പിടിച്ച് മേയറാക്കരുത്, അതിലും കുറവുള്ള 8ഉം പൊട്ടും തിരിയാത്ത മേയർ ലോകത്തിലെ എന്ന് പറഞ്ഞിറക്കാം. ഇതുപോലത്തെ ഫൂളിഷ്നെസ്സൊക്കെ ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൽ നിന്നുണ്ടാകുന്നതാണ്. ഞാൻ എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല, ഐ ആം എ ലോ ടു മൈസെൽഫ് എന്ന് ധരിക്കുക, ആത്മാർത്ഥമായിട്ട് അങ്ങനെ വിചാരിക്കുക. കള്ളത്തരം കാണിക്കുമ്പോൾ അത് കള്ളത്തരമാണെന്നെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ, അതുമില്ല. തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ അവസ്ഥയിൽ നിന്നാണ് പെട്ടെന്നൊരു മാറ്റം തിരുവനന്തപുരത്തുണ്ടാകുന്നത്. ഇത് തിരുവനന്തപുരത്തുകാർക്ക് തന്നെ പലപ്പോഴും മനസ്സിലാവുന്നില്ല. അവർ തന്നെ പറയും, അയ്യോ ഈ ഓഡിറ്റോറിയം സർക്കാരിൻ്റെ ആയിരുന്നോ കോർപ്പറേഷൻ്റെ ആയിരുന്നോ എന്ന് ചോദിക്കുന്ന അവസ്ഥ.